ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം സംബന്ധിച്ച് സാക്ഷരത നേടുക എന്നത് പൊതുസമൂഹത്തിന് അനിവാര്യതയാണെന്ന് മന്ത്രി പി പ്രസാദ്. മരുന്നുകളുടെ ദുരുപയോഗവും അശാസ്ത്രീയമായ പ്രയോഗവും മരുന്നുകളോട് രോഗാണുക്കൾ പ്രതികരിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സാമൂഹ്യ അധിഷ്ഠിത ആന്റി മൈക്രോബിയൽ പ്രതിരോധ നിയന്ത്രണ പരിപാടി അമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുഹമ്മയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി പ്രസാദ്. നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറി. ഇതിന്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിയതും അത് കണ്ടുപിടിച്ച ലോകം ആദരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തമായി മാറിയിരിക്കുന്നു. അനേക കോടി മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ടു കൊടുക്കാതെ ജീവിതത്തിൽ നിലയുറപ്പിക്കുന്നതിന് പിറന്നു വീഴുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ജീവിതത്തിന്റെ പ്രഭാതത്തിൽ ഇങ്ങനെ വീണ്ടും നിന്ന് നിൽക്കുന്ന യൗവനങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേരിലേക്ക് അവരുടെ ജീവിതത്തെ നിലനിർത്തുന്നതിന് ആന്റിബയോട്ടിക്കുകൾ ഗുണപ്പെട്ടു, പ്രയോജനപ്പെട്ടു. ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം ലോകത്ത് വലിയ മാറ്റമുണ്ടാക്കി. ജീവൻ നിലനിർത്തുന്നതിന് ഏറെ ഗുണപ്പെട്ടു. എന്നാൽ സ്വയം ചികിത്സയും ആവശ്യമില്ലാത്ത സന്ദർഭത്തിലുള്ള ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും രോഗാണുക്കളിൽ വലിയ പ്രതിരോധമാണ് സൃഷ്ടിക്കുന്നത്. രോഗാണുക്കളെ അതിജീവിക്കുന്നതിന് ആന്റിബയോട്ടിക്കുകൾക്ക് കഴിയാത്ത സാഹചര്യം ഇതുമൂലം സൃഷ്ടിക്കും. ഈ വിഷയത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അതിന്റെ തുടർച്ചയായാണ് ആലപ്പുഴയിൽ ഇത്തരമൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായിരുന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അമരം ലോഗോ പ്രകാശനവും ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ ബോധവൽക്കരണ വിഭാഗം തയ്യാറാക്കിയ കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ സഹകരണ വകുപ്പ് നിർമ്മിച്ച അക്ഷരം മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നവംബർ 26 നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം കോട്ടയത്ത് ഈ 26-ാം തീയതി ഉദ്ഘാടനം ചെയ്യുക. സാഹിത്യ പ്രവർത്തകർ സഹകരണ സംഘത്തിൻ്റെ സ്ഥലത്ത് കേരള സംസ്ഥാന സഹകരണ വകുപ്പാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 15,000 ചതുരശ്ര അടിയിൽ 15 കോടി രൂപ മുടക്കി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിരുന്നു ഇതിന് നിർമ്മാണം ഏറ്റെടുത്തിരുന്നത്. സമയബന്ധിതമായി അവരിത് പൂർത്തീകരിച്ചു. ഇത് ഒന്നാം ഘട്ടമാണിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത 1, 2, 3 ഘട്ടങ്ങൾ പിന്നീട് വീണ്ടും വരും. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായും ഇതിനുള്ളിൽ തിയേറ്റർ, ഹോളോഗ്രാം എന്നിവ സംവിധാനം ചെയ്തിട്ടുണ്ട്. നവംബർ 26 ഉച്ചകഴിഞ്ഞ് 3 നാടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. മ്യൂസിയം ഉദ്ഘാടനത്തോടൊപ്പം ലെറ്റർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രഖ്യാപനവും നിർവഹിക്കും. സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി ഏർപ്പെടുത്തിയ 5ാമത് അക്ഷര പുരസ്കാരം ഇതേ ചടങ്ങിൽ സാഹിത്യകാരൻ എം മുകുന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. ഭാഷയ്ക്കും സാഹിത്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുന്ന ഈ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിന്റെ സാഹിത്യ പ്രതിഭകളായ ടി പത്മനാഭൻ, എം കെ സാനുമാഷ്, എം മുകുന്ദൻ, എൻ എസ് മാധവൻ, പ്രൊഫസർ വി മധുസൂദനൻ നായർ, ഏഴച്ചേരി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥികളായി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ജോസ് കെ മാണി എം പി, ഫ്രാൻസിസ് ജോർജ് എം പി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജസ്റ്റിസ് കെ ടി തോമസ് തുടങ്ങിയവർ എത്തിച്ചേരുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് കോട്ടയം നാടകത്ത് നിർമ്മാണം പൂർത്തീകരിച്ചത്. അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് 15,000 ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്റർ, ഹോളോഗ്രാം സംവിധാനവും മ്യൂസിയത്തിലുണ്ട്. 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗാലറികളാണുള്ളത്. 4 ഗാലറികളിലായാണ് ഒന്നാം ഘട്ട ഉള്ളടക്കം പ്രദർശിപ്പിച്ചിട്ടുള്ളത്.
ലഹരിക്കെതിരെയുള്ള പ്രയാണം എന്ന മുദ്രാവാക്യവുമായി ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര സ്പോർട്സ് ആൻഡ് വെൽനസ് ഫോറം സംഘടിപ്പിച്ച മാരത്തൺ സീസൺ 3 ഏറെ ശ്രദ്ധേയമായി. 21, 10, 3 കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളായും കിഡ്സ് റേസും നടത്തിയായിരുന്നു മാരത്തൺ. ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ നിന്നുമായിരുന്നു മാരത്തൺ ആരംഭിച്ചത്. ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാവിലെ വിവിധ സമയങ്ങളിലായാണ് മാരത്തൺ തുടങ്ങിയത്. രാവിലെ 5-നായിരുന്നു 21 കിലോമീറ്റർ മാരത്തൺ തുടങ്ങിയത്. 5:30-നും 7:30-നുമായി മറ്റ് മാരത്തൺ മത്സരങ്ങൾക്കും തുടക്കം കുറിച്ചു. മുത്തൂറ്റ് ഫിനാൻസ് റീജിയണൽ മാനേജർ തോമസ് പി കുര്യാക്കോസ്, ഫെഡറൽ ബാങ്ക് സോണൽ മാനേജർ നിഷ കെ ദാസ് തുടങ്ങിയവർ മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചങ്ങനാശ്ശേരി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഓടിയെത്തിയ മാരത്തൺ താരങ്ങൾക്ക് വിപുലമായ സമാപന ചടങ്ങുകളാണ് ക്രിസ്തുജ്യോതി ഗ്രൗണ്ടിൽ ഒരുക്കിയത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സർഗക്ഷേത്ര ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കളം, ചെയർമാൻ സിബിച്ചൻ തരകൻപറമ്പിൽ, കൺവീനർ ജിജി ജോർജ്, സെക്രട്ടറി വർഗീസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി റണ്ണേഴ്സ് ക്ലബിന്റെ സഹകരണത്തോടെ സർഗക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ 3-ാം തവണയാണ് ചങ്ങനാശ്ശേരി മാരത്തൺ സംഘടിപ്പിക്കുന്നത്. ചേർത്തല നഗരസഭയുടെ ചേലത്ത ചേർത്തല കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ശുചീകരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കനാലുകളും കുളങ്ങളും മാലിന്യം വലിച്ചെറിയാനുള്ള കുപ്പത്തൊട്ടികളല്ലെന്നും അങ്ങനെയാക്കിയാൽ വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. രണ്ട് കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ നാട്ടിൽ ഏറ്റവും അനിവാര്യമായ ഒന്ന് എന്ന് കണക്കാക്കി രൂപം കൊണ്ടതാണ് ഈ കനാൽ. ആ കനാലിനാണ് ഇത്തരത്തിലുള്ള ദുർഗതി ഉണ്ടായത്. ഇപ്പൊ ഏതാണ്ട് മരണാസന്നമായി കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പലപ്പോഴും ഇവിടുന്ന് ചുമട്ടുകാളുകൾ രാത്രി തന്നെ വിളിക്കും, വെളുപ്പാങ്കാലത്ത് വിളിച്ചിട്ടാണ്. സാർ വല്ലാത്ത പ്രതിസന്ധിയാണ്. എന്താണ് വെളുപ്പാങ്കാലത്തിന് പ്രതിസന്ധി ഉണ്ടാവുക? കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഇടമായി നമ്മുടെ കനാലിനെയും കാണുക. ആളൊഴിഞ്ഞ ഇടങ്ങളിൽ, ആൾക്കാരും ശ്രദ്ധിക്കാനൊന്നും ഇല്ലാത്ത ഇടങ്ങളിൽ, നേരത്തെ വേമ്പനാടുകാരന്റെ സൈഡിലേക്കൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. അത്രയും ദൂരം എന്തിനാണ് ഓടുന്നതും? ഈ കനാലിൽ നാട്ടുകാരെല്ലാവരും മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ഞങ്ങളുടെതെല്ലാം കൊണ്ടാകാമല്ലോ എന്ന തരത്തിൽ നോക്കി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. കൊച്ചു കുഞ്ഞു കുട്ടികളടക്കം ഈ പരിപാടിയുടെ ഭാഗമാവുകയാണ്. ശരിക്കും നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊരു കവിതയുണ്ട്. വരുന്ന തലമുറയ്ക്കല്ല, ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. നാട്ടിൻപുറത്തുകാരനായി മുണ്ടു മടക്കി ഉടുത്ത് തങ്ങളിൽ ഒരാളായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മുന്നിട്ടിറങ്ങിയപ്പോൾ സ്ത്രീകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന നാട്ടുകാരും മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫും ജനപ്രതിനിധികളും ആവേശത്തോടെ മന്ത്രിക്ക് ഒപ്പം കൂടി. സേവ് AS കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണം മന്ത്രി പി പ്രസാദ് ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം ഉദ്ഘാടനം ചെയ്തപ്പോൾ 100 കണക്കിന് ആൾക്കാരാണ് മന്ത്രിക്കൊപ്പം ശുചീകരണത്തിൽ പങ്കാളികളായത്. ചവറുകളും മാലിന്യങ്ങളും നീക്കിയും നാട്ടുകാരോട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് കുശലം അന്വേഷിച്ചും കനാൽ പുനരുജ്ജീവനത്തിന് എത്തിയതിന് അവരെ അഭിനന്ദിച്ചും മന്ത്രി ശുചീകരണ യജ്ഞത്തിൽ ദീർഘനേരം പങ്കാളിയായി. ഒരിക്കൽ ചേർത്തലയുടെ ജീവനാഡിയായിരുന്ന AS കനാലിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് ദൃഢനിശ്ചയത്തിലാണ് ഇവിടുത്തെ ആബാലവൃത്തം ജനങ്ങളും. ഞായറാഴ്ച രാവിലെ മുതൽ നടന്ന ശുചീകരണ യജ്ഞം അതിന് തെളിവുമായി. ചേർത്തല നഗരസഭയുടെ ചേലത്ത ചേർത്തല കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ശുചീകരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. AS കനാൽ എത്രമാത്രം മോശമാകുന്നുവോ അത്രമാത്രം നമ്മുടെ ആരോഗ്യം വഷളാകുമെന്നും മന്ത്രി പറഞ്ഞു. കുപ്പത്തൊട്ടികൾ കാണാൻ ഒരിക്കലും വിനോദസഞ്ചാരികൾ വരില്ലെന്നും മാലിന്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ നമ്മിൽ നിന്ന് അകന്നു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷയായിരുന്നു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ, കൗൺസിലർ KP പ്രകാശൻ, നഗരസഭാ സെക്രട്ടറി TK സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിൽ PS കവല മുതൽ കുറിയുമുട്ടം കായൽ വരെയുള്ള 5 കിലോമീറ്റർ വരുന്ന AS കനാൽ ഭാഗമാണ് ശുചീകരിച്ചത്. കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ള വിവിധ കേന്ദ്രങ്ങളിലായി 3000-ലധികം സന്നദ്ധ പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോയിൽ നിന്നും പഴനിക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് ചേർത്തല ഡിപ്പോയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം. KSRTC ബസ് സ്റ്റാൻഡിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി PH നാസർ ഉദ്ഘാടനം ചെയ്തു. പളനിക്ക് പോയിക്കൊണ്ടിരുന്ന ബസ് സർവീസ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ബസ്
ഈ ഡിപ്പോയിൽ നിന്ന് ആലപ്പുഴ ഡിപ്പോയ്ക്ക് കൊടുക്കുകയും ആലപ്പുഴ ചേർത്തല ഡിപ്പോയ്ക്ക് കൊടുക്കുകയും അവിടെ നിന്ന് സർവീസ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാലാകാലങ്ങളിലായിട്ട് പളനിയിൽ ഭക്തന്മാരും വ്യാപാരികളും വ്യവസായികളും ഈ ബസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ബസ് ഇവിടെ നിന്ന് പളനിക്ക് പോകണം എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായം. ഇതിനെതിരെ ഈ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിച്ചാൽ അതിനെതിരെ ശക്തമായ സമരം ഞങ്ങളിവിടെ നടത്തും. ധർണാ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം അധ്യക്ഷനായിരുന്നു. നേതാക്കളായ തോമസ് അക്കര, MH ഹനീഫ, AA ഫ്രാൻസിസ്, MA സജാദ്, ശ്യാം സാംസൺ, അംബിക വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നിയുക്ത കർദിനാൾ മോൺസിങ്ങൂർ ജോർജ് കൂവക്കാടിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളിയിൽ പൂർത്തിയായി. ആർച്ച് ബിഷപ്പ് മാർ കൂവക്കാട് ഡിസംബർ 7 വത്തിക്കാനിൽ കർദിനാളായി ചുമതലയേൽക്കും. നമ്മുടെ കർത്താവ് അങ്ങേ സ്വർഗീയ മഹത്വത്തിന്റെ കിരീടമണിയിക്കട്ടെ. നിഗൂഢമായ ആത്മീയായുധം അങ്ങേ ധരിപ്പിക്കുകയും നീതിയുടെ പ്രവൃത്തികളാൽ അലങ്കരിക്കുകയും ദൈവീക ദാനങ്ങളും വിശുദ്ധിയുടെ സമൃദ്ധിയും കൊണ്ട് അങ്ങേ പ്രശോഭിതനാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ ദൈവം സിയോനിൽ നിന്നയച്ച് ശക്തിയുടെ ദണ്ഡായ ഈശോ മിശിഹ അങ്ങേയും അങ്ങേ മേയ്ക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ. കർദിനാൾ പദവി സ്വീകരിക്കുന്നതിന് മുന്നോടിയായാണ് മോൺസിങ്ങൂർ ജോർജ് കൂവക്കാടിനെ ആർച്ച് ബിഷപ്പായി വാഴിച്ചത്. വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയായിരുന്നു മോൺസിങ്ങൂർ കൂവക്കാടിനെ. ഈ വിധത്തിൽ കർദിനാളാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദികനുമാണ് മോൺസിങ്ങൂർ കൂവക്കാട്. ഇന്നു മുതൽ മോൺസിങ്ങൂർ കൂവക്കാട് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് മെത്രാന്മാരും വൈദികരും മോൺസിങ്ങൂർ കൂവക്കാടിനൊപ്പം അണിനിരന്ന് കൊച്ചുപള്ളിയിൽ നിന്നും പ്രദക്ഷിണമായി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ എത്തിച്ചേർന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഏവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ തോമസ് തറയിൽ വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് ദ സ്റ്റേറ്റ് പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ എഡ്ഗാർ പാഡ്ര എന്നിവർ സഹകാർമ്മികരായിരുന്നു. സ്ഥാനാരോഹണത്തിന് ശേഷം മാർ കൂവക്കാട് വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുർബാന മധ്യേ സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസോലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവ വചന സന്ദേശം നൽകി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മാർ ജോസഫ് പെരുന്തോട്ടം, മന്ത്രിമാർ, MP-മാർ, MLA-മാർ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങുകളിലും സമ്മേളനത്തിലും പങ്കെടുത്തു. AKCCയുടെയും ചാസിന്റെയും നേതൃത്വത്തിൽ കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി പാരിഷ് ഹാളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഡിസ്കൗണ്ട് നിരക്കിലും BPL വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് സൗജന്യമായും ക്യാമ്പിൽ കണ്ണടകൾ വിതരണം ചെയ്തു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചാസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് ചാമക്കാല നിർവഹിച്ചു. ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നോർത്തിൽ ഒക്കെയുള്ള പല ഇന്ത്യയിലെ വില്ലേജുകളിൽ ചിലർക്ക് കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കാഴ്ച മങ്ങിയോ എന്ന് പോലും അറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് പലതും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പം ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പ്രൊഡക്ടിവിറ്റിയിൽ കുറവുണ്ടാവുകയാണ്. അപ്പം ഇവരുടെ ഇമ്പാക്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ ഇടയിൽ കാഴ്ച അവരുടെ പരിശോധന നടത്തി അവർക്ക് വേണ്ട കണ്ണടകൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി അത് സർജറികളാണ് നടത്തേണ്ടതെങ്കിൽ ആ സർജറികൾ നടത്തി കഴിയുമ്പോൾ അത് കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് അത് വളരെ എളുപ്പമായിട്ട് തീരുകയാണ്. അതുപോലെ തന്നെ ജോലിയിലായിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ജോലി സൂക്ഷ്മതയോടുകൂടി ചെയ്യുവാനായിട്ടും ആ കണ്ണാടി വെച്ച് അല്ലെങ്കിൽ നേത്ര ചികിത്സ നടത്തി അവർ ജോലി തുടരുന്ന സമയങ്ങളിൽ
അവർ നേരത്തെ ആയിരുന്നതിനേക്കാൾ ഉപരിയായിട്ട് നന്നായിട്ട് ജോലി ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്ന ഒരു ഇമ്പാക്റ്റൊക്കെ അവരുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ ഹോളി ഫാമിലി ചർച്ച് വികാരി ഫാദർ ലിജോ കുഴിപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബിമോൾ വർഗീസ്, AKCC യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ ചൂരക്കുറ്റി, ചാസ് യൂണിറ്റ് പ്രസിഡന്റ് തോമസ് നടുവിലെപ്പറമ്പിൽ, ഇടിമണ്ണിക്കൽ എഡ്ജ് കോർഡിനേറ്റർ ടോമിച്ചൻ കാലായിൽ തുടങ്ങിയവർ സംസാരിച്ചു. 18ാം പടി ചവിട്ടി അയ്യപ്പനെ കണ്ട സന്തോഷം പങ്കുവെച്ച് ചലച്ചിത്ര താരം ഗിന്നസ് പക്രു. മലയാളത്തിന്റെ പ്രിയ നടൻ 8ാം തവണയാണ് സന്നിധാനത്തെത്തിയത്. ഓരോ തവണയും കൂടുതൽ മെച്ചപ്പെടുന്ന ശബരിമലയിലെ സൗകര്യങ്ങളെക്കുറിച്ച് ഗിന്നസ് പക്രു മാധ്യമങ്ങളോടായി സംസാരിച്ചു. ഇത്തവണത്തെ ക്രമീകരണങ്ങൾ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനോടകം തന്നെ ഒരു വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തിലുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ഭംഗിയായിട്ട് തൊഴാനും നല്ല ദർശനം കിട്ടാനും സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ പലരോടും ചോദിച്ചപ്പോൾ വളരെ നല്ല സന്തോഷത്തിലാണ് അവരെല്ലാവരും തന്നെ. ഇനി തിരക്ക് കൂടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാൽ പോലും ഇതുവരെയും വളരെ നല്ല രീതിയിലാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വിമുക്തമാണ് ഇത്തവണത്തെ മണ്ഡലകാലം. പവിത്രം സന്നിധാനം, പവിത്രം ശബരിമല എന്നൊരു പ്രത്യേക പദ്ധതി ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. വളരെ നല്ല കാര്യമാണ്. എന്തായാലും ശബരിമലയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടിൽ കഴിയുന്നതും പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ളൊരു നിർദ്ദേശം പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും അത് സ്നേഹപൂർവ്വം അനുസരിക്കും എന്ന് വിശ്വസിക്കുന്നു. ശബരിമലയിൽ സുരക്ഷ ഒരുക്കുന്ന പോലീസ് സംവിധാനത്തെയും ഗിന്നസ് പക്രു പ്രത്യേകം പ്രശംസിച്ചു. തിരക്കിനെ കൃത്യമായി നിയന്ത്രിച്ച് ഓരോ ഭക്തനും ദർശനം സാധ്യമാക്കാനാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല മുഴുവൻ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പവിത്രം ശബരിമലയുടെ കൃത്യമായ നടത്തിപ്പ് വലിയ വ്യത്യാസമാണ് ശബരിമലയിൽ വരുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ ഭക്തനും ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടുത്താതെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. SNDP യോഗം കുട്ടനാട് യൂണിയൻ വൈദിക യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഹോമമന്ത്രത്തിന്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. പുളിങ്കുന്ന് 5ാം നമ്പർ ശാഖായോഗം ഗുരുദേവ ക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങുകൾ. ഞായറാഴ്ച രാവിലെ 5:30 ഗണപതി ഹോമത്തോടെയാണ് ഗുരുക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, സമൂഹാർച്ചന എന്നിവയ്ക്ക് ശേഷം യൂണിയൻ കൺവീനറും വൈദിക യോഗം കേന്ദ്രസമിതി ഓർഗനൈസർ സെക്രട്ടറിയുമായ സന്തോഷ് ശാന്തികൾ ഭദ്രദീപം പ്രകാശനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ വിരചിതമായിട്ടുള്ള, തൻ്റെ തിക്കരങ്ങളാൽ വിരചിതമായിട്ടുള്ള ഹോമമന്ത്രത്തിൻ്റെ ശതാബ്ദി വർഷമാണ് ഈ 2024. ഗുരുദേവ തൃപാദങ്ങൾ വൈദികത്തിന് വലിയ പ്രാധാന്യം നൽകി ആത്മീയതയിലൂടെ ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ 1888 അരയൂപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി ജനങ്ങളെ ഒന്നാകെ കൂട്ടിയോജിപ്പിക്കുവാൻ ആ ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ അരയൂപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം നിരവധിയായ ക്ഷേത്ര പ്രതിഷ്ഠകൾ ഗുരു തന്നെ നിർവഹിക്കുകയും രാവിലെ 9 11 ഹോമകുണ്ടങ്ങളിലായി വൈദിക ശ്രേഷ്ഠന്മാരുടെ കാർമ്മികത്വത്തിൽ മഹാശാന്തി ഹവനം ആരംഭിച്ചു. ശ്രീമദ് പ്രബോധ തീർത്ഥ സ്വാമികളായിരുന്നു മുഖ്യ കാർമ്മികൻ. തുടർന്ന് ശ്രീനാരായണ ഗുരുവും ഹോമമന്ത്രവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പഠന ക്ലാസ് നടത്തി. ഗുരുപൂജ പ്രസാദ വിതരണത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് 2 ശ്രീനാരായണ ഗുരുദേവന്റെ ഈശ്വരഭാവം എന്ന വിഷയത്തിൽ വൈദിക യോഗം യൂണിയൻ പ്രസിഡന്റ് MK കമലാസനൻ ശാന്തി പ്രഭാഷണം നടത്തി. ഉച്ചകഴിഞ്ഞ് 3 യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടന്റെ അധ്യക്ഷതയിൽ ശതാബ്ദി സമ്മേളനം ചേർന്നു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മങ്കൊമ്പ് വടയാറ്റ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2ാമത് ശ്രീ ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചന നടത്തി. ക്ഷേത്രം തന്ത്രി കാഞ്ഞിരപ്പള്ളി ഇല്ലത്ത് ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഇരുപതോളം വൈദിക ശ്രേഷ്ഠന്മാർ യജ്ഞത്തിൽ സഹകാർമ്മികത്വം വഹിച്ചു. ലളിതാ സഹസ്രനാമാർച്ചനയിലും തുടർന്ന് നടന്ന മഹാപ്രസാദമുട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
തൃക്കൊടിത്താനം സെന്റ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പ്രധാന തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് നിരവധി വിശ്വാസികൾ. ഡിസംബർ 1 ഞായറാഴ്ചയാണ് കൊടിയിറക്ക് തിരുനാൾ. പ്രധാന തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30 വിശുദ്ധ കുർബാനയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ റാസ കുർബാന. വൃന്ദങ്ങൾ ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം. വൈകുന്നേരം 4 അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കിളിമല കുരിശടിയിലേക്ക് തിരുനാൾ പ്രദർശനം ആരംഭിച്ചു. പ്രദക്ഷിണത്തിന് ശേഷം സമർപ്പണ ശുശ്രൂഷയോടെ പ്രധാന തിരുനാൾ ദിനത്തിലെ കർമ്മങ്ങൾക്ക് സമാപനമായി. തിരുക്കർമ്മങ്ങൾ KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7280 രൂപ, പവന് 58,240 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.